മലാബീസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയൊരു എപ്പിസോഡുമായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. നമ്മൾ മലയാളികൾ വളരെ ബുദ്ധിമാന്മാരാണ്. എവിടെ ചെന്നാലും ഏത് രാഷ്ട്രത്തിൽ ചെന്നാലും എല്ലാവരുടെയും അഭിപ്രായത്തിൽ ഏറ്റവും ബുദ്ധിയുള്ള മനുഷ്യരാണ് മലയാളികൾ. അതുകൊണ്ട് തന്നെ ദുബൈയിലാവട്ടെ വേറെ എവിടെ ചെന്നാലും നമുക്ക് നല്ല തൊഴിൽ സാധ്യതയും കിട്ടുന്നുണ്ട്. എന്നാൽ നമ്മൾ ബുദ്ധിയുള്ളവരാണോ എന്ന് ചോദിച്ചാൽ ലോകത്തിലെ ഏറ്റവും വലിയ മണ്ടന്മാർ നമ്മൾ തന്നെ എന്ന് പറയുന്നത്. കാരണം എത്ര കിട്ടിയാലും പഠിക്കാത്ത ഒരു സമൂഹം. ഓരോ ദിവസവും ഓരോ മാസവും നമ്മൾ ഓരോ വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നമ്മളെ തട്ടിച്ചു കൊടുക്കും. നമ്മൾ കൊണ്ട് ഇട്ട നിക്ഷേപം കിട്ടാനില്ല. ഇപ്പോൾ അടുത്ത സമയത്തായി ഒരു മതത്തിൻ്റെ പേരിൽ അൽ മുഖ്തദർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി അവർ മാക്സിമം പൈസ തട്ടി. ഇപ്പോൾ അവരെ കാണാനുമില്ല, കേൾക്കാനുമില്ല. കുട്ടികളുടെ കല്യാണത്തിന് വേണ്ടിയിട്ട പൈസയുണ്ട്, രോഗത്തിൽ വന്നാൽ ചികിത്സിക്കാൻ വേണ്ടിയിട്ട പൈസയുണ്ട്, പല ആവശ്യങ്ങൾക്കായി ആൾക്കാർ സ്വരൂപിച്ചിരുന്ന പൈസയെല്ലാം ഒരു വിഭാഗം ഒറ്റ ദിവസം കൊണ്ട് തട്ടിക്കൊണ്ടുപോകുന്നു. എന്തുകൊണ്ട്? അവർ ബുദ്ധിമാന്മാരും നമ്മൾ ബുദ്ധിയില്ലാത്തവരുമായത് തന്നെയാണ് കാരണം ഏതെങ്കിലും ഒരു വിഭാഗമോ ഒരു ചെറിയ രജിസ്ട്രേഷനുള്ള ഏതെങ്കിലും സ്ഥാപനവും വന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ട ഒരു കാര്യം, ബാങ്ക് തരുന്നേക്കാൾ ഗവൺമെൻറ് തരുന്നേക്കാൾ കൂടുതൽ പലിശയോ വരുമാനമോ തരാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം, ഇത് നിങ്ങളെ പറ്റിച്ചുകൊണ്ട് പോകാനുള്ള ഒരു നടപടിയാണ്. ടോട്ടൽ ഫോർ യു മുതൽ പോപ്പുലർ മുതൽ ഇങ്ങോട്ട് എത്ര സംവിധാനങ്ങളാണ് നമ്മുടെ പൈസയും അടിച്ചു പോയത്. കാസർകോട്ട് MLA തന്നെ ഉള്ള ഒരു ജ്വല്ലറി ഗ്രൂപ്പ് അടിച്ചുകൊണ്ട് പോയത് കോടികളായിരുന്നു. കോഴിക്കോട്ട് പർദ്ദയൊക്കെ ഇട്ട് വളരെ സുന്ദരിയായിട്ടൊരു സ്ത്രീ വന്ന് 550 650 കോടി അടിച്ചുകൊണ്ട് പോയി. അതും ജ്വല്ലറിയുടെ പേരിൽ തന്നെയായിരുന്നു. ഏറ്റവും കൂടുതൽ തട്ടിപ്പ് നടക്കുന്നത് ജ്വല്ലറിയിലാണ്. കാരണം സ്ത്രീകൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സാധനമാണ് സ്വർണം. അതിനെ നല്ല രീതിയിൽ ദുരുപയോഗം ചെയ്യുന്നു എന്ന് പറയേണ്ടി വരും. അൽ മുഖ്തദർ ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാമായിരുന്നു അത് പറ്റിപ്പ് കമ്പനിയാണ്. കാരണം ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാവും ഹലാൽ എന്ന് പറയുന്ന ഒരു സ്വർണം ഈ ലോകത്തില്ല. അവർ ആദ്യം പരസ്യം ചെയ്ത ഹലാൽ എന്ന് പറയുന്ന സ്വർണം എന്നാണ്. എന്താണ് അവർ ഉദ്ദേശിച്ചത്? ബുദ്ധിയില്ലാത്ത ഒരു സമുദായത്തിന്റെ സ്ഥാനം അടിച്ചെടുക്കുക എന്ന് തന്നെയായിരുന്നു. അതുപോലെ ദൈവത്തിന്റെ നാമങ്ങളാണ് അവർ ഉപയോഗിച്ചത്. അർ റഹ്മാൻ, അർ റഹീം, അങ്ങനെ മൊത്തം നാമങ്ങളും ഉപയോഗിച്ചുകൊണ്ട് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ജ്വല്ലറി ശൃംഖല ഉണ്ടാക്കി. ഒരിടത്തെ സ്വർണം തന്നെയാണ് അടുത്ത പുതിയ സ്ഥാപനം തുടങ്ങുമ്പോൾ അവിടെ കൊണ്ടുവയ്ക്കുന്നത്. ഇത് ആർക്കും അറിയില്ലായിരുന്നു. പിന്നെ പാവങ്ങളായ ആ പ്രദേശവാസികളെ മൊത്തവും പറ്റിച്ചുകൊണ്ട് അവർ ഒരു ദിവസം മുങ്ങി. നിയമ നടപടികൾ പോലും അവർക്കെതിരെ വന്നിട്ടില്ല ഇതുവരെ. കാരണം അവർ തന്ത്രപരമായിട്ടാണ് ഓരോ കാര്യങ്ങളും നീക്കിയത്. ഇൻകം ടാക്സിനും ബാക്കിയുള്ളവർക്കും അവർ തന്നെയാണ് ഇൻഫർമേഷൻ കൊടുത്തുകൊണ്ട് അവർ തന്നെയാണ് അതിനെ കുടുക്കിക്കൊണ്ട് അങ്ങനെ ഒരു പ്രശ്നം വരുമ്പോഴത്തേക്ക് നിയമപരമായിട്ട് അവർക്ക് നിലനിൽക്കാൻ എളുപ്പമാണ് എന്നവർ മനസ്സിലാക്കിക്കൊണ്ട് ഒരു കളി കളിക്കുകയായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, ഒരു ഡാൻസ് സ്കൂളുകൾ വന്നപ്പോൾ ഇവിടുത്തെ മതപണ്ഡിതരെല്ലാം അതിനെതിരെ തുള്ളി. ആരെയും നിർബന്ധിക്കുന്ന ഒരു കേസല്ല. എല്ലാവർക്കും അറിയാം സ്കൂളുകളിൽ ഭരതനാട്യമുണ്ട്, മോഹിനിയാട്ടമുണ്ട്, ഓട്ടം തുള്ളലുണ്ട്, ഓട്ടമുണ്ട്, ചാട്ടമുണ്ട്, എല്ലാമുണ്ട്. ആരെയും നിർബന്ധിക്കാറില്ല. എൻ്റെ മോനിക്ക് വേണമെങ്കിൽ എൻ്റെ മോനിക്ക് ചേരാം, എൻ്റെ മോനിക്ക് വേണ്ടെങ്കിൽ അവൻ ചേരണ്ട. അത്രയേ ഉള്ളൂ അതിൻ്റെ നിയമവശങ്ങളും നിയമകാര്യങ്ങളും. പിന്നെ എന്തിനാണ് നമ്മൾ കിടന്ന് തുള്ളുന്നതിന്? നിങ്ങളുടെ മകൾക്ക് ഡാൻസ് വേണ്ടെങ്കിൽ വേണ്ട, വേറുള്ളവരുടെ മകൾക്ക് ഡാൻസ് വേണമെങ്കിൽ അവർ ഡാൻസ് ചെയ്തോട്ടെ. അതിനുവേണ്ടി ഇത്രയും തുള്ളിയ മതസമൂഹം നിങ്ങളുടെ മതത്തിന്റെ പേരിലുള്ള റഹ്മാനും റഹീമും എന്ന് പറഞ്ഞ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ സ്ഥാപനങ്ങൾ തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ മതത്തിന്റെ പേരിൽ നിങ്ങൾ തുടങ്ങുന്നതിന് ഒരു ചോദ്യമെങ്കിലും നിങ്ങൾ ചോദിച്ചു? ആരും ചോദിച്ചില്ല. കാരണം എന്താണ്? നിങ്ങൾ പിരിവിന് വേണ്ടി വരുമ്പോൾ അവർ ലക്ഷങ്ങളായിരുന്നു നിങ്ങൾക്ക് എണ്ണി തന്നിരുന്നത്. നിങ്ങളുടെ മതസംഘടനകൾക്ക് വേണ്ടി വരുമ്പോഴും അവർ ലക്ഷങ്ങൾ പിരിച്ചു തന്നിരുന്നു. കട്ട മുതലാണെന്ന് നിങ്ങൾ അറിയേണ്ട ആവശ്യം നിങ്ങൾക്കില്ലായിരുന്നു. ഇത് പറയാൻ കാരണം ഇത് ഒരു സമുദായത്തിന്റെ പേരിൽ ഒരു കൊള്ളയാണ് നടന്നത്. അതും തന്ത്രപരമായിട്ട് ആ ടൈം നോക്കിയാണ് ഇത് തുടങ്ങിയത്. നാഷണൽ ഹൈവേയുടെ പൈസ ഗവൺമെന്റ് ബാങ്കുകളിൽ ഇട്ടുകൊടുക്കുന്ന അതേ സാഹചര്യം മുതലെടുത്തുകൊണ്ട് അതേ വീടുകളിലെല്ലാം അവരെത്തി. ആ ലിസ്റ്റ് തന്നെ ആരും അവർക്ക് കൊടുത്തു. ആ ലിസ്റ്റിലുള്ള എല്ലാ വീട്ടിലും എത്തി നാഷണൽ ഹൈവേയുടെ പൈസ കിട്ടിയ വീട്ടിലെത്തി അവരെ പ്രലോഭിപ്പിച്ച് ആ പൈസ മൊത്തം അവർ അടിച്ചു കൊണ്ടുപോയി. വലിയൊരു സ്കാമായിരുന്നു. എന്ത് നടപടിയാണ് അവർക്കെതിരെ നടന്നത്? അവർ സുഖിച്ചു ജീവിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ വേറൊന്ന് മനസ്സിലാക്കണം. നമ്മൾ പൈസ വാങ്ങി വെക്കുമ്പോൾ അവർ ഒരു പേപ്പറിൽ ഒപ്പിടിക്കുന്നുണ്ട്. അതിൻ്റെ അടിയിൽ അവർ എഴുതിയിരിക്കുന്നത് എന്താണ്? സ്ഥാപനം നഷ്ടത്തിലായാൽ അവർക്ക് ഉത്തരവാദിത്തമില്ല. ഡയറക്ടറുടെ ശമ്പളം 1,50,00,000 മാസ ശമ്പളം. ആ പൈസ അവരുടെ വൈറ്റ് മണിയായിട്ട് അവർക്ക് എവിടെയും നിക്ഷേപിക്കാം. കാരണം അവർ തൊഴിലെടുത്ത പൈസയായിട്ടാണ് വരുന്നത്. ഇങ്ങനെയൊക്കെ തന്നെയാണ് അവർ വമ്പൻ വെട്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മലയാളികളെ, ഇനിയെങ്കിലും നിങ്ങളൊന്ന് ചെയ്യുക. നിങ്ങൾ പൈസ ഇതുപോലത്തെ ഗ്രൂപ്പുകളിൽ കൊണ്ടിടാതെ നിങ്ങൾക്കൊന്നിൽ ബാങ്കിലിട്ടാൽ ഉപയോഗമുണ്ട്. കാരണം ഭരണകൂടത്തിനും ബാങ്കിലിട്ടാൽ ഉപയോഗമാണ്. ആ പൈസ എടുത്ത് രാഷ്ട്ര വികസനത്തിന് വേണ്ടിയാണ് അവർ ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് എന്തെങ്കിലും സ്ഥാപനങ്ങൾ തുടങ്ങുമ്പോൾ അതും രാഷ്ട്ര വികസനത്തിനാണ് വരുന്നത്. ഇതുപോലെ കൊള്ളക്കാർ ആഡംബരത്തിനും അതുപോലുള്ള കാര്യങ്ങൾക്കുമാണ് ഈ പൈസ ഉപയോഗിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ കഷ്ടപ്പെട്ട് വിയർപ്പൊഴുക്കിയ പൈസ, നിങ്ങളുടെ കുട്ടികളുടെ വിവാഹത്തിന് വേണ്ടിയുള്ള പൈസ നിങ്ങൾ കൊണ്ടിരുന്നത് എന്തിനാണ്? ഇങ്ങനെയുള്ള സാധനങ്ങൾ. നമ്മൾ മലയാളികൾ നല്ല ബുദ്ധിയുള്ളവരല്ലേ, വിദ്യാഭ്യാസമുള്ളവരല്ലേ? ഇന്ത്യയിലെ ഏറ്റവും നല്ല സംസ്ഥാനം എന്ന് വെച്ചാൽ ആരോടും കണ്ണടച്ച് നമുക്ക് പറയാം കേരളം തന്നെയാണ്. എല്ലാവർക്കും ഭക്ഷണം, എല്ലാവർക്കും വീട്, എല്ലാവർക്കും സൗകര്യങ്ങളുള്ള ഒരേ ഒരു സംസ്ഥാനം നമ്മൾ മാത്രമാണ്.
ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ ചെല്ലുമ്പോൾ മാത്രമാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മെച്ചം, വിജയം നമ്മൾ കാണുന്നത്. പക്ഷേ നമ്മൾ പലപ്പോഴും ഇങ്ങനെ പരാജയപ്പെട്ടു പോകുന്നു. ചിന്തിക്കുക, ഇനിയും ഇതുപോലുള്ള ഗ്രൂപ്പുകൾ വേറെ പേരിൽ വരും. കോഴിക്കോട്ട് പറഞ്ഞിട്ടുകൊണ്ടാണ് വന്നതെങ്കിൽ, ഇപ്പോൾ താടി വെച്ച് മീശയും വടിച്ച് അള്ളാഹുവിൻ്റെ നാമത്തിലാണ് വന്നതെങ്കിൽ, നാളെ അവർ വേറെ രൂപത്തിൽ വരും. അപ്പോൾ നിങ്ങൾ ഈ പൈസ കൊണ്ട് ഇട്ട് കൊടുക്കരുത്. ആദ്യം നിങ്ങൾക്ക് കറക്റ്റമായിട്ട് വരുമാനം തരുന്നത് നിങ്ങളുടെ വസ്തു കൂടെ വിറ്റ് അതിൽ കൊണ്ടിടാൻ വേണ്ടിയാണ്. നിങ്ങൾ നിക്ഷേപിക്കൂ, രാഷ്ട്രത്തിൽ നിക്ഷേപിക്കൂ, അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കൂ. ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കേണ്ട രീതിയിൽ നിക്ഷേപിച്ചാൽ നിങ്ങൾ 1 രൂപയും കുറയില്ല, കൂടുകയേ ഉള്ളൂ. ഷെയർ മാർക്കറ്റ് ഇടിഞ്ഞു നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ വസ്തുവോ നിങ്ങളുടെ മുതൽ നിങ്ങളുടെ ഷെയർ നിങ്ങൾ വിൽക്കാതിരുന്നാൽ മാത്രം മതി. ഷെയർ കൂടുമ്പോൾ വിൽക്കുക. നിങ്ങൾ ആരും വന്നിട്ട് കഴുത്തിൽ പിടിച്ചിട്ടിടാ, ഇപ്പോൾ ഷെയർ കുറഞ്ഞ സമയമാണ് വിൽക്കുക എന്ന് പറയാൻ ആർക്കും അധികാരമില്ലല്ലോ. നിങ്ങളുടെ ഷെയർ, നിങ്ങളുടെ അധികാരം, നിങ്ങളുടെ പണം, അതായിരിക്കും രാഷ്ട്രത്തിന് നല്ലത്. ചിന്തിക്കൂ, ഇനിയെങ്കിലും നിങ്ങൾ ചിന്തിക്കൂ.